ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസ് ആം ആർ ഇതിൻ്റെ ഉപയോഗം പഠിക്കാം. ഈസ് ആം ആർ എന്ന് പറഞ്ഞാൽ ആകുന്നു എന്നാണ് അർത്ഥം കേട്ടോ. അപ്പം ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക്, ബേസിക് മുതൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും, മറക്കാതെ കാണുക. അപ്പോൾ ഈസ് ആം ആർ, ഈസ് എപ്പോഴാണ് വയ്ക്കുക? സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ അല്ലേ? സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഈസ് വയ്ക്കുന്നു. ആം എപ്പോഴാണ്? അതിൻ്റെ കൂടെ ആം ആം എന്ന് പറയാം. ആർ എപ്പോഴാണ്? സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ ആർ വയ്ക്കും. അപ്പം ഞാനൊരു ടീച്ചറാണ്, എങ്ങനെ പറയും? ആം എ ടീച്ചർ, ആം എ ടീച്ചർ. അവളൊരു വിദ്യാർത്ഥിയാണ്, എങ്ങനെയാണ്? ഷീ ഈസ് എ സ്റ്റുഡൻറ്റ്, ഷീ ഈസ് എ സ്റ്റുഡൻറ്റ്. അവർ കളിക്കുകയാണ്, ദേ ആർ പ്ലേയിങ്, ദേ ആർ പ്ലേയിങ്. അവൾ എഴുതുകയാണ്, ഷീ ഈസ് റൈറ്റിംഗ്, ഷീ ഈസ് റൈറ്റിംഗ്. അവൾ അവളുടെ ഡ്രസ്സ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ പറയും? ഷീ ഈസ് വാഷിംഗ് ദ ക്ലോത്ത്സ്, ഷീ ഈസ് വാഷിംഗ് ദ ക്ലോത്ത്സ്. ഇനി ഇതും നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. എന്താ ചെയ്യുക? ഈസ് ആം ആർ ഇത് ഫസ്റ്റ് വെച്ച് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ സെയിം തന്നെ, അതുപോലെ എഴുതുക. അപ്പോൾ നീ ഒരു ടീച്ചറാണോ? എങ്ങനെ ചോദിക്കും? ആർ യു എ ടീച്ചർ, ആർ യു എ ടീച്ചർ. അവളൊരു വിദ്യാർത്ഥിയാണോ? ഈസ് ഷീ എ സ്റ്റുഡൻറ്റ്, ഈസ് ഷീ എ സ്റ്റുഡൻറ്റ്. ഓക്കെ. അവർ കളിക്കുകയാണോ? ആർ ദേ പ്ലേയിങ്, ആർ ദേ പ്ലേയിങ്. അവൾ ഡ്രസ്സ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഈസ് ഷീ വാഷിംഗ് ദ ക്ലോത്ത്സ്, ഈസ് ഷീ വാഷിംഗ് ദ ക്ലോത്ത്സ്. അവൻ എഴുതുകയാണോ? ഈസ് ഷീ റൈറ്റിംഗ്, ഈസ് ഷീ റൈറ്റിംഗ്. നെക്സ്റ്റ് വാസ് വേർ, ഇതിൻ്റെ യൂസേജ് പഠിക്കാം. വാസ് വേർ എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഞാനൊരു ടീച്ചറായിരുന്നു, എങ്ങനെ പറയും? ഐ വാസ് എ ടീച്ചർ, ഐ വാസ് എ ടീച്ചർ. അവൾ ഡ്രസ്സ് വാഷ് ചെയ്യുമായിരുന്നു, ഷീ വാസ് വാഷിംഗ് ദ ക്ലോത്ത്സ്, ഷീ വാസ് വാഷിംഗ് ദ ക്ലോത്ത്സ്. അവർ കളിക്കുകയായിരുന്നു, ദേ വർ പ്ലേയിങ്, ദേ വർ പ്ലേയിങ്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ വാസ് വയ്ക്കുന്നു, പ്ലൂറലാണെങ്കിൽ വേർ വയ്ക്കുന്നു, അറിയാലോ. അവർ എഴുതുകയായിരുന്നു, ദേ വർ റൈറ്റിംഗ്. വാസ് വേർ വെച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? ഒന്നുമില്ല, ഇത് ഫസ്റ്റ് വെച്ച് കൊടുക്കുക. വാസ് വേർ ഫസ്റ്റ് കൊടുക്കുക, ബാക്കി സെൻറ്റൻസ് ഒക്കെ സെയിം അങ്ങോട്ട് എഴുതാം. അപ്പോൾ അവൾ ഡ്രസ്സ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ? എങ്ങനെ ചോദിക്കും? വാസ് ഷീ വാഷിംഗ് ദ ക്ലോത്ത്സ്, വാസ് ഷീ വാഷിംഗ് ദ ക്ലോത്ത്സ്. അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവർ കളിക്കുകയായിരുന്നോ? വെർ ദേ പ്ലേയിങ്, വെർ ദേ പ്ലേയിങ്. അവൻ എഴുതുകയായിരുന്നോ? വാസ് ഷീ റൈറ്റിംഗ്, വാസ് ഷീ റൈറ്റിംഗ്. അവൾ ഉറങ്ങുകയായിരുന്നോ? വാസ് ഷീ സ്ലീപ്പിംഗ്, വാസ് ഷീ സ്ലീപ്പിംഗ്. നെക്സ്റ്റ് നമുക്ക് ഡു ഡസ് എങ്ങനെയാണ് ഉപയോഗിക്കാൻ നോക്കാം. ഡു ഡസ് സാധാരണ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലാണല്ലോ യൂസ് ചെയ്യുക. നെഗറ്റീവ് സെൻറ്റൻസ് പറയാൻ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നില്ല, ഐ ഡോണ്ട് ലൈക്ക് ഹർ, ഐ ഡോണ്ട് ലൈക്ക് ഹർ. അവൾ അവിടെ പോകാറില്ല, ഷീ ഡസൻറ്റ് ഗോ ദേർ, ഷീ ഡസൻറ്റ് ഗോ ദേർ. ഇനി ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, ക്വസ്റ്റ്യൻ്റെ രൂപത്തിൽ ചോദിക്കാം. നീ അവളെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഡു യു ലൈക്ക് ഹർ, ഡു യു ലൈക്ക് ഹർ. അവൾ അവിടെ പോകാറില്ലേ? ഡസൻറ്റ് ഷീ ഗോ ദേർ, ഡസൻറ്റ് ഷീ ഗോ ദേർ എന്ന് ചോദിക്കാം. ഇനി വേറൊരു യൂസേജും കൂടി ഉണ്ട് ഡു ഡസിന്. ഡു ഡസിന് അതായത് നമുക്ക് ഒരു ഉറപ്പ് പറയാൻ നമുക്ക് ഉപയോഗിക്കാം ഡു വെച്ചിട്ട്. എങ്ങനെയാണ്? അപ്പം നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ട്, അവർക്കതൊരു ഉറപ്പില്ല, അപ്പം നമ്മളൊന്നും കൂടി ഉറപ്പിച്ച് പറയണമല്ലേ. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഞാൻ അവളെ സ്നേഹിക്കുക തന്നെ ചെയ്യുന്നു, ഐ ടു ലൈക്ക് ഹർ, ഐ ടു ലവ് ഹർ, ഐ ടു ലവ് ഹർ എന്ന് പറയാം. ഞാൻ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുക തന്നെ ചെയ്യാറുണ്ട്, ഉറപ്പായിട്ടും ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെ പറയാം? ഐ ടു റീഡ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ്, ഐ ടു റീഡ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയാം. ഇനി നമുക്ക് ഡു വയ്ക്കാൻ ഇൻവിറ്റേഷൻ, നമ്മൾ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ റിക്വസ്റ്റ്, ഒരു അപേക്ഷിക്കുകയാണ് എന്തെങ്കിലും, അതിനു വേണ്ടി നമുക്ക് ഡു വയ്ക്കാം. എങ്ങനെയാണ്? അപ്പോൾ നീ എന്തായാലും എന്നെ സഹായിക്കണേ, എന്തായാലും നീ എന്നെ സഹായിക്കണേ. അപ്പോൾ നമുക്ക് പറയാം ഡു ഹെൽപ്പ് മീ, ഡു ഹെൽപ്പ് മീ എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നീ എന്തായാലും പാർട്ടിക്ക് വരണേ, അപ്പോൾ എങ്ങനെ പറയാം? ഡു കം ടു ദ പാർട്ടി, ഡു കം ടു ദ പാർട്ടി എന്ന് പറയാം.